ബസ് വരുന്ന ടൈമിൽ മഴ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചാട്ടോ പുരേന്ന് ഇറങ്ങിയത്. അതുപോലെ തന്നെ മഴ പെയ്തില്ല. മഴ കൊണ്ട് കുറെ ദിവസമായിട്ട് ആത്തുത്തിരിക്കുന്നേ. ഒന്ന് മഴ ചോർന്നാൽ ഇന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ മതി എന്നാ എന്റെ മനസ്സിൽ. എവിടെ പോകാൻ ചോദിച്ചാലോടൊക്കെ വെറുതെ അങ്ങാടിയിൽ ഒരു സാധനം വാങ്ങാണ്ടെന്ന് പറഞ്ഞാട്ടോ പോയത്. വെറുതെ പറയാണ്, ഒരു സാധനം വാങ്ങാനില്ല. ഞങ്ങൾ വെറുതെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണേ. നല്ല വൈബുള്ളതൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെ കേട്ടോ ഞങ്ങൾ എന്താണ് ചായ കഴിക്കേണ്ടതെന്ന് വീട്ടിൽ നിന്ന് തന്നെ ആലോചിച്ച് പോയതുകൊണ്ട് ആടെ എത്തിയിട്ടൊന്നും ചിന്തിക്കാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്യാനുള്ളതൊക്കെ ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ്. കുറേ സമയമായിട്ടും കാണാതായപ്പോൾ മോള് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സമാധാനത്തിന് വേണ്ടി ഒന്ന് കൈ കഴുകി പിന്നെയും വരും, പിന്നെയും പോവും, കൈ കഴുകും, പിന്നെയും വരും. ഈ ഒരു കളിയാണ് കേട്ടോള്. അങ്ങനെ ഏതായാലും കാത്തിരുന്ന് നമ്മൾ ഓർഡർ ചെയ്തല്ലോ ഓർഡർ ഫീസ് എത്തിയിട്ടുണ്ട്. ചായ പിന്നാട്ടോ കൊണ്ടുവന്നത്. അപ്പം തന്നെ മഴയും പെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൈബ് ഉണ്ടായിന് അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി. ഞാനും മോളും അനിയത്തിയും കൂടാണ് കേട്ടോ ചായ കുടിക്കാൻ പോയത്. ഞങ്ങൾ ആക്രാന്തം കണ്ടിട്ട് പെട്ടെന്ന് തീർന്നു പോകാന്നുള്ള പേടിയിലാണ് കേട്ടോ മോള്. ഓളെ ബേജാറാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഓളെ കണ്ട് ഞങ്ങളെ പ്ലേറ്റിലായിന് കേട്ടോ. അതാണ് കേട്ടോ മുഖത്ത് കാണുന്നൊരു തെളിച്ചക്കുറവ്. അപ്പം ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് അടുത്ത ഓർഡർ ഫേസ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. നാട്ടിലത്തെ ബസ്സൊന്നും തിരിച്ചു വരുമ്പോഴേക്ക് നമുക്ക് അതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചാട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന മുമ്പായിട്ട് കുറച്ച് സാധനം വാങ്ങണ്ടായിന്. നോണൊന്നല്ല കേട്ടോ പറഞ്ഞത്, സാധനം ശരിക്കും വാങ്ങണ്ടായിന്. അപ്പോൾ ഞങ്ങൾ ഇതാ പോയിന്റ് സൈഡിലുള്ള ബസ് സ്റ്റോപ്പിൽ ഇരുന്നങ്ങാണ്ട് കുറച്ച് നേരം ബസ് കാത്തു നിന്നേ. അപ്പോൾ ബസ് വന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ് കയറി വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. ബായ്.